ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടിയുടെ മണ്ടയ്ക്ക് ക്രോസ് ബാർ വെക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതിന് മണ്ടയ്ക്ക് ചെറുതായിട്ട് ഇപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ, ക്ലിപ്പ് വെച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ പഞ്ചക്കുട്ടനെ പെട്ടി വെച്ച് ഗൈസ്. മാരക ലുക്കായില്ലേ ഗൈസ്. അങ്ങനെ നമ്മുടെ പഞ്ചക്കുട്ടൻ്റെ മണ്ടയ്ക്ക് ബോക്സ് വെച്ചാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഭയങ്കര ലുക്കായിപ്പോയി. ഇതാണ് നമ്മുടെ പഞ്ചക്കുട്ടൻ്റെ മണ്ടയ്ക്ക് ബോക്സ് വെച്ച് കഴിഞ്ഞപ്പോൾ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ, നമ്മളിത് പെർമനന്റ് ആയിട്ട് കയറ്റി വെക്കുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ മണ്ടയ്ക്ക് മറ്റേ ക്രോസ് ബാറൊക്കെ വെച്ച് എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ ഇനിയും ഉണ്ട് കുറേ പോകാൻ ദൂരമുണ്ട്. അതറിയത്തില്ല അവർക്ക്. വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ ഒരു സ്നാക്സ് ഒക്കെ ഉള്ളൂ, കേരള സ്നാക്സ് കിട്ടുന്ന ഒരു കട ഉണ്ട്. അപ്പോൾ അവിടെ പോയി മുത്ത് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് പോയിക്കൊണ്ട് നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ ഉച്ചയായപ്പോൾ വീട്ടിൽ നിന്ന് 1 മണി 1:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. ഇപ്പം 5 മണിയായി. അപ്പം അതിനുവേണ്ടി നിർത്തി ഇട്ടേക്കെയാണ്. അപ്പം മുത്ത് ഇപ്പം അത് വാങ്ങിച്ചുകൊണ്ട് വരും. പക്ഷെ ഞങ്ങളുടെ വണ്ടിയിൽ ഇത് മുത്ത് വണ്ടി വാങ്ങിച്ച സമയം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ, ഈ ക്രോസ് ബാറും പിന്നെ ആ പെട്ടി ഒട്ടുണ്ടല്ലോ, ഒരു വീഡിയോയിൽ കാണിച്ചില്ല പെട്ടി, അതും വെക്കണമെന്നുള്ളത്. പക്ഷെ ഒരാഗ്രഹം സാധിച്ചു, ബാർ വെച്ചു. ഇനി അടുത്ത പെട്ടിയുണ്ട്. പെട്ടിക്ക് അങ്ങാണ്ട് 25,000 അങ്ങാണ്ട് തോന്നുന്നു. അപ്പം അത് ഞങ്ങൾ പിന്നീട് ചെയ്യും. ഇപ്പം ഫസ്റ്റ് ആഗ്രഹം സാധിച്ചു. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിലാണ് മുത്ത്. ചക്കുവിൻ്റെ പാടിത്ത് കണ്ടോ പനിയായിട്ട്, പനിയെല്ലാം പിടിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. മുത്ത് സ്നാക്സ് വാങ്ങിച്ചോണ്ട് വന്ന് ഗൈസ്. പക്ഷെ ഇവിടെ ആണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല. അപ്പൊ ഞങ്ങൾ കുറച്ച് അവിടെ എവിടെയെങ്കിലും മാറ്റി പാർക്ക് ചെയ്തിട്ട് കഴിക്കാം. ചൂടില്ലേടാ? ചൂടില്ലേ? ചൂടില്ല. നീ എന്താ വാങ്ങിച്ചേ? മുത്ത് അവിടെ ഉണ്ടായിരുന്ന സ്നാക്സ് മൊത്തം വാങ്ങിച്ചത്. ഞാൻ എനിക്കൊരു അത് എനിക്ക് കണ്ടപ്പോൾ മലയാളികളുടെ ഞാൻ തോന്നിയത് പറഞ്ഞത്. ഞാനൊരു കട്ട്ലേറ്റും ഒരു മുട്ട ബജിയാണ് പറഞ്ഞത്. മുത്ത് പക്ഷെ എന്താണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് കഴിക്കാം. ഇവിടെ ആണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള അവിടെ കുറെ മലയാളീസ് ഒക്കെ ഗൈസ്. അങ്ങനെ ഞങ്ങള് സ്നാക്സ് വരുന്ന വഴിക്ക് ഒരു വിജനമായ സ്ഥലത്ത് നിർത്തി സ്നാക്സ് വാങ്ങിച്ചത് കഴിക്കാം. കട്ട്ലേറ്റ് വാങ്ങിച്ചു, ചക്കു തന്നെ പഴംപൊരി കഴിക്കുന്നു. എന്താണ്ടൊക്കെ സ്നാക്സ് നിന്റെ മുട്ട ബജി, കട്ട്ലേറ്റ്, പിന്നെ പോക്കറ്റ് ഷവർമ, പിന്നെന്താണ് പരിപ്പോട, പഴംപൊരി. ഞങ്ങള് വിശപ്പ് കാരണം ഉണ്ടല്ലോ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞങ്ങള് വിശപ്പ് കാരണം വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അതുകൊണ്ട് കഴിച്ചു പകുതി ആയപ്പോഴാണ് എന്റെ മുട്ട ബജി തന്നെ. എന്റെ മുട്ട ബജി എനിക്ക് പരിപ്പോട് വേണ്ട. എനിക്കത് വേണ്ട. എല്ലാം കടിച്ചോണ്ട് പോയി. ഒരു ഷവർമ മേടിച്ചു, അത് മൊത്തം തിന്നു. കഴിച്ച് പകുതി ആയപ്പോഴാണ് ഗൈസ് ഞങ്ങൾ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്ത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു സ്നാക്സ് എന്താ കാണിക്കാന്ന്. ഇനിയുണ്ട് ഞങ്ങൾക്ക് 1 മണിക്കൂറുണ്ട് ട്രാവല്. മുത്ത് പക്ഷേ ഞങ്ങൾക്ക് ഒരു 30 കിലോമീറ്റർ ഉള്ളു, പക്ഷെ 1 മണിക്കൂറുണ്ട്. ഗൈസ് റെയിൻബോ കണ്ടോ? ഞങ്ങൾ വരുന്ന വഴിക്ക് റെയിൻബോ കണ്ടോ? കാണുന്നുണ്ടോ? ഞങ്ങൾ നൈസ് റോഡിൽ കൂടെ വരികയാണ്. അപ്പോഴാണ് റെയിൻബോ കണ്ടോ? അതാണ് ഈ റെയിൻബോ വരാൻ കാരണം. ആ റെയിൻബോ ഇപ്പം നമ്മുടെ നേരെ വന്ന് ഗൈസ് കണ്ടോ, വളഞ്ഞ് ഗൈസ്. ആകാശവും വണ്ടി വരുന്നതും കൂടെ കണ്ടോ ഗൈസ്. ഇതാണ് മുത്ത് പറഞ്ഞ ലുക്ക്. ഞാനോട്ട് വേറെ എന്തോ ആയിരിക്കും ഗൈസ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ മണ്ടയ്ക്ക് റൂഫ് ബാർ വെച്ചിട്ട് ഇപ്പോഴാണ് കറക്റ്റ് ഒരു സ്പോട്ട് കിട്ടിയത് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക് കണ്ടോ ഗൈസ്. ബോക്സ് നമ്മളിപ്പോൾ വെച്ചില്ല, ബോക്സ് വെക്കാനായിട്ടാണ്, അതാണിപ്പോൾ ഇങ്ങനെ വെച്ചത്. ഇത് നമുക്ക് കറക്റ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ടല്ല വെച്ചേക്കുന്നത്. നമുക്കിതിനകത്ത് റൂഫ് ടോപ്പ് മറ്റേ ബോക്സോടെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട്.